നമസ്കാരം. തായ്വാൻ ചൈനയുടെ അവിഭാജ്യ ഘടകമെന്ന് പറഞ്ഞ റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിനെതിരെ തായ്വാൻ ശക്തമായ നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തായ്വാൻ വിദേശകാര്യ മന്ത്രാലയം ലാവ്റോവിന്റെ അവകാശവാദങ്ങളെ ശാസിച്ചുകൊണ്ട് പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട്. മനുഷ്യാവകാശങ്ങളും നിയമവാഴ്ചയും ഉയർത്തിപ്പിടിക്കുന്ന ആധുനിക ജനാധിപത്യ രാജ്യമെന്നാണ് മന്ത്രാലയം തായ്വാനെ വിശേഷിപ്പിച്ചത്. റഷ്യയുടെയും ചൈനയുടെയും കൂട്ടുകെട്ട് തായ്വാനെ നശിപ്പിക്കുവാനുള്ളതാണെങ്കിൽ അത് നടക്കില്ല എന്നതാണ് തായ്വാൻ ഇപ്പോൾ പറയുന്നത്. ഇരു രാജ്യങ്ങളുടെയും സ്വേച്ഛാധിപത്യ ഒത്തുചേരൽ അന്താരാഷ്ട്ര സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ലോകക്രമത്തിനും ഗുരുതരമായ നാശം വരുത്തുന്നുവെന്ന് തായ്വാൻ പറയുന്നുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിലെ ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ മുൻപന്തിയിൽ തന്നെയാണ് തായ്വാൻ. ദേശീയ പരമാധികാരം സംരക്ഷിക്കുന്നതിനുള്ള തായ്വാന്റെ നിലപാട് അത് സ്ഥിരവും മാറ്റമില്ലാത്തതുമായി തുടരുന്നു എന്നത് എടുത്തു പറയണം. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ ചൈന, ജപ്പാൻ, ഫിലിപ്പീൻസ് എന്നിവയോട് ചേർന്നുള്ള തന്ത്രപ്രധാനമായ സ്ഥലത്താണ് തായ്വാൻ സ്ഥിതി ചെയ്യുന്നത്. ആഗോള വ്യാപാരത്തിനും സുരക്ഷയ്ക്കുമൊക്കെ നിർണായകമായ തെക്കുകിഴക്കൻ ഏഷ്യയിലേക്കും ദക്ഷിണ ചൈന കടലിലേക്കും അതിന്റെ സ്ഥാനം സ്വാഭാവിക കവാടം നൽകുന്നുണ്ട്. ചൈനയുമായുള്ള തായ്വാന്റെ സാമീപ്യം ചൈനയ്ക്കും മറ്റു പ്രാദേശിക ശക്തികൾക്കും സൈനിക ആസൂത്രണത്തിൽ ഒരു നിർണായക ഘടകമായി മാറുന്നു എന്നത് എടുത്തു പറയണം. തായ്വാനുമേലുള്ള നിയന്ത്രണം പടിഞ്ഞാറൻ പസഫിക്കിലേക്ക് ശക്തി പകരാനുള്ള ചൈനയുടെ കഴിവ് വർദ്ധിപ്പിക്കുകയും ജപ്പാനും ദക്ഷിണ കൊറിയയും പോലുള്ള പ്രധാന US സഖ്യകക്ഷികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. ഈ കാരണങ്ങളെല്ലാം തന്നെ ചൈന തായ്വാനെ കീഴ്പ്പെടുത്താനുള്ള പ്രധാന ഘടകങ്ങളായി നിരത്തുന്നുണ്ട്. ചൈനയും തായ്വാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നതിനിടയിൽ അപകട സാധ്യതയും യുദ്ധ സാഹചര്യങ്ങളുമൊക്കെ ചർച്ചയാകുന്നുണ്ട്. US നേവി ഇന്റലിജൻസിന്റെ ചുമതലയുള്ള മുൻ അഡ്മിറൽ കഴിഞ്ഞ ദിവസം ഒരു നിർണായക മുന്നറിയിപ്പ് നൽകിയിരുന്നു. തായ്വാൻ ആക്രമിക്കാൻ ചൈന തയ്യാറെടുക്കുന്നു, പുതിയ തന്ത്രങ്ങൾ മെനയുന്നു എന്നതായിരുന്നു ആ മുന്നറിയിപ്പ്. തായ്വാന് ചുറ്റും വമ്പൻ വലയം തീർക്കുവാനുള്ള അക്ഷീണ പരിശ്രമത്തിൽ തന്നെയാണ് ചൈന. ഈ അടുത്ത് തന്നെ 15 സൈനിക വിമാനങ്ങളും 10 കപ്പലുകളുമാണ് തായ്വാനെ തകർക്കാൻ ചൈന അണിനിരത്തിയത്. തായ്വാന് സ്വസ്ഥത കൊടുക്കില്ല എന്ന് കണക്കുകൂട്ടി തന്നെയാണ് ചൈനയുടെ പ്രവർത്തികൾ. തായ്വാൻ പ്രതിരോധ മന്ത്രാലയവും ഇതിനെതിരെ ശക്തമായ നീക്കങ്ങളാണ് നടത്തുന്നത്. എങ്ങനെയും തായ്വാനെ കീഴ്പ്പെടുത്തണമെന്ന ലക്ഷ്യമാണ് ചൈനയ്ക്ക് മുന്നിലുള്ളത്. ചൈനീസ് സൈനിക വിമാനങ്ങളുടെ സാന്നിധ്യം കണ്ടതു മുതൽ തന്നെ തായ്വാനും ശക്തമായ പ്രതിരോധമാണ് തീർത്തുവരുന്നത്. പക്ഷേ ഇതിനൊരു അവസാനമില്ലേ, അന്ത്യമില്ലേ എന്ന ചോദ്യം എപ്പോഴും ഉയരുന്നുണ്ട്. തുടർച്ചയായിട്ടുള്ള ചൈനയുടെ ആക്രമണങ്ങൾ വലിയ നാശവും ശല്യവും തന്നെയാണ് തായ്വാനിൽ തീർക്കുന്നത്. 2020 മുതൽ തായ്വാനുമായി ബന്ധപ്പെട്ട ചൈനീസ് സൈനിക വിമാനങ്ങളുടെയും നാവിക കപ്പലുകളുടെയും എണ്ണം കുത്തനെ വർദ്ധിച്ചു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. 209 തവണയാണ് ചൈനീസ് യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം തായ്വാനിൽ കണ്ടത്. അതേപോലെ ചൈനയുടെ യുദ്ധക്കപ്പലുകൾ 133 തവണയും ട്രാക്ക് ചെയ്തിട്ടുണ്ട്. വ്യോമ നാവികാഭ്യാസങ്ങൾ, അതേപോലെ സൈബർ ആക്രമണങ്ങൾ, ഇങ്ങനെ ചൈന തുടരെ തായ്വാനുമേൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. സൈനിക അഭ്യാസങ്ങൾ പലപ്പോഴും യുദ്ധസമാനമായ സാഹചര്യമാണ് തായ്വാനിൽ സൃഷ്ടിക്കുന്നത്. സമ്മർദ്ദങ്ങളാൽ തായ്വാനെ കൂട്ടിച്ചേർക്കാനാണ് ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തായ്വാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വരെ ഇടപെട്ടുകൊണ്ട് മറ്റ് രാജ്യങ്ങളെ കൊണ്ട് പലതും പറയിപ്പിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങളാണ് ചൈന ഉണ്ടാക്കുന്നത്. എന്തായാലും തായ്വാനെ ചൈന വിടാതെ പിന്തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്ക ജാഗ്രതയോടെ തന്നെയാണ് എല്ലാം നോക്കിക്കാണുന്നത്. കാരണം ചൈനക്കെതിരെ പോരാടാൻ തായ്വാനെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്നത് അമേരിക്കയാണ്. ഔദ്യോഗികമായിട്ട് നയതന്ത്രമില്ല എങ്കിലും ആയുധങ്ങൾ നൽകുന്നത് അമേരിക്കയാണ് എന്നത് എടുത്തു പറയണം. പക്ഷേ തായ്വാനുമേലുള്ള ചൈനയുടെ ഈ പറഞ്ഞ പ്രതിഷേധങ്ങളും അവരുടെ പ്രകോപനങ്ങളും ഇങ്ങനെ തുടരുമ്പോൾ ഇതിനൊരു അവസാനമില്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമായിട്ടും ഉയർന്നു വരുന്നത്. ലോകരാജ്യങ്ങളൊക്കെ തായ്വാന് പിന്തുണയുമായി വരുന്നുണ്ട് എങ്കിലും ഇതെന്തൊരു ശല്യം എന്നൊരു ആക്ഷേപം വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. കാരണം ചൈന തുടർച്ചയായ പ്രകോപനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ റഷ്യയെ കൂട്ടുപിടിച്ച് ചൈന പലതും കണക്ക് കൂട്ടുന്നു എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. തായ്വാൻ ശക്തമായി തന്നെ ഇതിനെ നേരിടുമെന്നും ഒരു കാരണവശാലും ചൈനയുടെ ആഗ്രഹം നടക്കാൻ അനുവദിക്കില്ല എന്നുമാണ് തായ്വാൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.